democratic character of the Indian Republic as ordained by our Constitution and democracy and democratic rights and civil liberties of our people. And that is extremely important to save India today. Therefore, to save India today, you require comrades in the Parliament who are able to stand up to the pressure of the Modi government, and after defeating this government, to establish an alternate secular government at the center. And for that task, I think Comrade Arif is most suitable, and therefore I am appealing to all of you to re-elect him from Alapura and send him to the Lok Sabha with a much bigger margin than last time. ആലപ്പുഴയിൽ വീണ്ടും എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ആലപ്പുഴയിലെ പാർലമെന്റ് മെമ്പറായിരുന്ന ആരിഫ് വിജയകരമായി 5 വർഷക്കാലം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെയും അതോടൊപ്പം തന്നെ മതേതരത്വത്തെ തകർക്കുന്ന നടപടികളുമെല്ലാം ശക്തമായി ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്റിൽ തന്റേതായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഇത് നമ്മുടെ മതേതര ജനാധിപത്യ സംവിധാനങ്ങൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി തുടരണമോ, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളാകെ തുടരണമോ എന്ന് നിർണയിക്കുന്ന അത്യധികം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ രക്ഷിക്കണമോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. അക്കാര്യത്തിൽ സഖാവ് ആരിഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുകയും അതോടൊപ്പം തന്നെ തുടർന്നു വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു മതേതര സംവിധാനം ഭരണം ഉറപ്പാക്കാനും കഴിയണം. അങ്ങനെ വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി, വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് ആരിഫിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Because why do we say this? The last 10 years of the Modi government, particularly the last 5 years, have seen the systematic assault and destruction of the 4 foundational pillars of the Indian Constitution. That is secular democracy, economic sovereignty, federalism, and social justice. Each one of these foundational pillars are under a severe assault today. Along with this, all the independent institutions established by the Constitution of India as checks and balances to ensure that the Constitution and the rule of law is implemented, like the Parliament, the Judiciary, the Election Commission, the investigative agencies, each one of them is now being targeted in order to play the role complementary to the ruling party and in order to destroy this Constitution. The investigating agencies have become the political tools of the Modi government in targeting the opposition and in order to ensure that our secular democratic republic is transformed into a rabidly intolerant, authoritarian, fascistic Hindutva Rashtra in the future, which requires the destruction of this constitution and these institutions. That is the danger. In order to prevent that danger, it is important that Modi government must be defeated and an alternative secular government must be established at Delhi to run the parliament and the country. ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം പൊതുവിൽ, വിശിഷ്യ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന ഭരണം നമ്മുടെ നാടിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളാകെ തന്നെ സാമൂഹ്യനീതി, അതോടൊപ്പം തന്നെ മതേതരത്വം, പാർലമെന്ററി ജനാധിപത്യം, പരമാധികാരം, ഇത്യാദി കാര്യങ്ങളെ ആകെ തകർക്കുന്ന, നമ്മുടെ നാടിന്റെ സ്വതന്ത്ര സ്വഭാവം തകർക്കുന്ന, നമ്മുടെ നാടിന്റെ ഭരണഘടനാ തത്വങ്ങളെ ആകെ തന്നെ ലംഘിക്കുന്ന, അതോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തന്നെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന നമ്മുടെ പാർലമെന്റ്, നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ, ഇതിനെ ആകെ തന്നെ തച്ചു തകർത്ത് തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനും അതോടൊപ്പം മതേതര ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ച് നമ്മുടെ നാടിനെ ഒരു ഫാസിസ്റ്റ് സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി
അതുവഴി ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ആസൂത്രിതമായ നടപടികളാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവഴി നമ്മുടെ ഭരണഘടനയെ തകർക്കാൻ, നമ്മുടെ നാടിനെ തകർക്കാൻ, നമ്മുടെ മതേതരത്വത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നടപടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പാക്കുമ്പോൾ അതിനെ ആകെ തകർത്തുകൊണ്ട്, ആ സംവിധാനത്തെ ആകെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു മതേതര സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. That is why, when this is the priority before the country, to save India today so that we can build a better India for everybody tomorrow, if that is the priority, I find it very strange that the UDF leaders in Kerala, led by the Congress party, the UDF leaders in Kerala are actually targeting the left, the LDF and the Chief Minister Pinarayi Vijayan, and virtually asking the Modi government to please come and arrest the Kerala Chief Minister. And this is being done by all the parties in the UDF are members of the India bloc. Outside Kerala, they all agree with us. They all agree with us that the country has to be saved by defeating the Modi government. But in Kerala, they want to collaborate with the Modi government against the LDF led by the CPIM. This is the brazen opportunism and contradiction with the UDF. When they charge the CPIM as being supportive of Narendra Modi, they cannot be anything more baseless than that. Let us examine each one of the issues that Narendra Modi brought about in the country in the last 5 years when he returned for the second time, and see where the CPIM stands and where the Congress stands. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതില് നാം കൊടുക്കുന്ന മുൻഗണന എന്തിനു വേണ്ടിയാണ്? നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുക, BJP പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഖേദകരമെന്ന് പറയട്ടെ, UDFന്റെ നേതാക്കന്മാർ, കോൺഗ്രസ് അടക്കമുള്ള UDFന്റെ നേതാക്കന്മാർ ആ കടമ വിസ്മരിച്ച് കേരളത്തിൽ അവര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുഖ്യമന്ത്രി പിണറായിയെയുമാണ് ലക്ഷ്യമിടുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്ക് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് ഒരു ലക്കും ലഗാനവും ഇല്ലാതെ കണ്ട് ആവശ്യപ്പെടുകയാണ്. എല്ലാവിധ എതിർപ്പുകളും അവർ ഇടതുപക്ഷത്തോടും അതിന്റെ മുഖ്യമന്ത്രിയുടെ നേരെ ചൊരിയുമ്പോൾ അവർ ഒരു കാര്യം മറന്നുപോകുന്നു: കേരളം കഴിഞ്ഞാൽ അവർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. ആ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് BJP വിരുദ്ധരായ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ്. അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പാണ്, ഇതൊരു അവസരവാദപരമായ സമീപനമാണ്. കേരളത്തിന് പുറത്ത് ഒരു നയവും കേരളത്തിനകത്ത് മറ്റൊരു നയവും. അവരുടെ ആക്ഷേപം എന്താ? നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറയുന്നത്. BJPയും LDFും തമ്മിൽ ധാരണയാണ്, അന്തർധാരയാണ് എന്നുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം അതിശക്തമായ നിലപാട് ഇന്ത്യയിൽ BJPക്കെതിരെ എടുത്തിട്ടുള്ളത്, അതിൽ തത്വാധിഷ്ഠിതമായ നിലപാട് എടുത്തിട്ടുള്ളത്, നരേന്ദ്രമോദിയുടെ ജനവിരുദ്ധ നടപടികളെ കയ്യും മെയ്യും മറന്ന് എതിർത്തിട്ടുള്ളത് അത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണെന്നറിയാം. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയാണ് കേവലമായ താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടി കേരളത്തിൽ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ നുണപ്രചരണം ആസൂത്രിതമായി സംഘടിതമായി UDFും അതിലെ ഘടകകക്ഷികൾ കോൺഗ്രസ് അടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. Take for instance, what was the first act that Narendra Modi government did after returning to power in 2019? They passed the Citizenship Amendment Act. The CPIM took the position that this is unconstitutional because the constitution does not link citizenship with religion of that person concerned. And because it's unconstitutional, we opposed it both in the parliament, we opposed it outside on the streets of the country, and the first national party leaders to be arrested in protesting against the CAA were the CPIM, and I was the first one to be picked up from the national leaders in Delhi and arrested for conducting a protest against the CAA. We filed the case in the Supreme Court, which is still there and pending, saying that this is unconstitutional and it should be nullified. But where was the Congress in all this? Have you heard of any Congress leader being arrested in opposition to the CAA?
Have you seen the Congress rise saying that they will support the Supreme Court intervention filed by the CPIM, saying that the CAA is unconstitutional? No. And now here in Kerala, they say we are supporting Modi and we are collaborating with Modi. Can there be anything but complete fallacy in that sort of an argument? ഇവിടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പ്രത്യേകിച്ചും 2019 ശേഷം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെ അതിശക്തമായ സമീപനങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് പൊരുതുന്നത് മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളാണ്. ഉദാഹരണം, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമം വന്നപ്പോൾ അതിശക്തമായി എതിർത്തതാണ്. എന്തുകൊണ്ട് എതിർത്തു? പൗരത്വം എന്ന് പറയുന്നത് അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെടേണ്ടതോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെടേണ്ടതോ ആയ ഒന്നല്ല എന്ന അടിസ്ഥാനപരമായ വീക്ഷണമാണ് ഇടതുപക്ഷങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ പാർലമെന്റിനെ എതിർക്കുകയും അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശക്തമായ നടപടികളെടുക്കുകയും അതേസമയം പാർലമെന്റിന് പുറത്ത് തെരുവുകളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അതിനെതിരെ ശക്തമായി പൊരുതുകയും നിലപാടെടുത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷമാണ്. ഞാനടക്കമുള്ളവർ ഡൽഹിയിലെ തെരുവുകളിൽ ഈ കിരാതമായ നിയമത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും അറസ്റ്റ് വരിക്കുകയും അത് നാട്ടിലെമ്പാടും മറ്റുള്ളവർ ഏറ്റെടുക്കുകയും ചെയ്തതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഈ കിരാതമായ നിയമത്തിനെതിരെ ഹർജി ഫയൽ ചെയ്യുകയും ആ കേസ് നടപടികൾ ഇപ്പോൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ എവിടെ കോൺഗ്രസ്? ഇവിടെയെങ്ങും കോൺഗ്രസിനെ കാണാനില്ലായിരുന്നു. കോൺഗ്രസിന്റെ എതിർപ്പ്, കോൺഗ്രസിന്റെ ചെറുത്തുനിൽപ്പ്, കോൺഗ്രസിന്റെ സമരം ഇതൊന്നും കാണാനില്ലായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവിനെയും അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടില്ല. സുപ്രീം കോടതിയിൽ CPM അടക്കം കൊടുത്ത കേസുകൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറയുന്ന ഒരു സമീപനവും കോൺഗ്രസിന്റെ ഭാഗത്ത് കണ്ടില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അവസരവാദപരമായ സമീപനമാണ് കേരളത്തിൽ അവർ സ്വീകരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസുകാർ പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിയെ ഞങ്ങളാണ് എതിർത്തത്, അല്ലാതെ ഇടതുപക്ഷക്കാരും അതോടൊപ്പം തന്നെ മോഡിയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇതെല്ലാം കാണുകയും ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുകയും ജനങ്ങൾക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യാം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. The next act that the Modi government enacted in Parliament was the abrogation of Article 370, the dissolution of the only Muslim majority state in India, Jammu and Kashmir, and converting it into 2 union territories, and the arrest of all the political leaders in Jammu and Kashmir and detention without any charges being framed. Who was the one who took up this issue for the first time? It was the CPIM who filed a petition in the Supreme Court saying that this should be declared as unconstitutional and protested in the parliament and on the streets of the country. The net result of this protest was what? The Supreme Court recognized the merit of the points that were being made by the CPIM, and they permitted me to enter Srinagar. The first non-Kashmiri to enter Srinagar, or a national leader to enter Srinagar, was the CPIM General Secretary, and that was permitted because of the firmness with which we opposed it and fought the case. What was the Congress position on this? The Congress leader of the opposition then, who is now hobnobbing with the BJP, he was also not allowed to enter Srinagar, his own hometown. He was the former chief minister there. But the CPIM could enter. Not only enter, we met all the political leaders detained there, and I brought back our leader from there for medical treatment. But who fought and resisted the Modi government? It was not the Congress, it was the CPIM, and that is why today, in Kashmir also when you go there, it is the CPIM that is recognized as the only party that stood up to Narendra Modi and his efforts to destroy the state of Jammu and Kashmir. മറ്റൊരു ജനവിരുദ്ധ നടപടി ഭരണഘടനയുടെ 370 വകുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 370മായി ബന്ധപ്പെട്ടുകൊണ്ട്
നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ജമ്മു കാശ്മീരിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന പ്രത്യേക പദവി അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് എടുത്തു കളഞ്ഞ് അതിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുക മാത്രമല്ല, ഒറ്റ രാത്രി കൊണ്ട് അവിടുത്തെ ജനനേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയും കൽത്തുറുങ്കലടക്കുകയും ആ ജനങ്ങൾക്കെതിരായ അതിശക്തമായ അടിച്ചമർത്തൽ നടപടികളുമായി മുമ്പോട്ട് പോയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ, അതിനെതിരെ രാജ്യത്താകെ തന്നെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ സുപ്രീം കോടതിയിൽ ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്, ഈ നടപടി റദ്ദ് ചെയ്യേണ്ടതാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുക്കാനും ഒക്കെ മുമ്പിൽ നിന്നത് CPIM ആണ്. അതോടൊപ്പം തന്നെ പാർലമെന്റിൽ നമ്മൾ ശക്തമായി ഇതിനെതിരെ പൊരുതുകയുണ്ടായി. തെരുവിൽ നാം ഇത് ശക്തമായി ഏറ്റെടുക്കുകയുണ്ടായി. അവിടെ കൊണ്ടും നമ്മൾ അവസാനിപ്പിച്ചില്ല. സുപ്രീം കോടതിയിലെ നമ്മൾ കൊടുത്ത ഹർജിയിലെ അതിന്റെ ശരിമ ബോധ്യപ്പെട്ടുകൊണ്ടാണ്, അതിന്റെ ന്യായം ബോധ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതി തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കിരാതമായ നടപടികൾക്ക് ശേഷം ആ സംസ്ഥാനത്തെ ജനനേതാക്കന്മാരെ മുഴുവൻ കൽത്തുറുങ്കലിലും ജയിലിലും അടച്ചതിനു ശേഷം ആദ്യമായി കാശ്മീരി അല്ലാത്ത ഒരാൾ അവിടെ കാണാൻ പോയത് CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, സീതാറാം യെച്ചൂരി ആയിരുന്നു എന്നത് വളരെയേറെ അംഗീകരിക്കേണ്ടതാണ്. അത്തരത്തിൽ അത് മാത്രമല്ല, അവിടെ ചെല്ലാനും ആ കരുതത്തടങ്കിൽ കഴിഞ്ഞവരെ, അറസ്റ്റിൽ കൽച്ചുറുങ്കിൽ അടക്കപ്പെട്ടവരെ കാണുന്നതിന് മാത്രമല്ല, അതിൽ നമ്മുടെ സഖാക്കളെ രോഗത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായ ആൾക്കാരെ അടക്കം കൊണ്ടുവരുന്നതിനും അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ ഈ സമയത്ത് കോൺഗ്രസ് എവിടെയായിരുന്നു? കോൺഗ്രസിന്റെ ഒരു മുൻ മുഖ്യമന്ത്രി, അവരുടെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ അദ്ദേഹം അവിടെ BJP-യോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെയെങ്ങും കോൺഗ്രസിനെ കാണാൻ കഴിഞ്ഞില്ല, ഇവിടെ ഒന്നും കോൺഗ്രസ് അറസ്റ്റ് വരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നടപടികൾക്കെതിരെ, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരെ, അവരുടെ നമ്മുടെ നാടിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുന്ന നടപടിക്കെതിരെ നഖശിഖാന്തം എതിർക്കുകയും ശക്തമായി പൊരുതുകയും ചെയ്യുന്നത് ഇടതുപക്ഷമാണ് എന്നത് അംഗീകരിക്കേണ്ടതാണ്. Take the next issue that has come, the issue of the gang rapists of Bilkis Banu in the Gujarat communal program of 2002. They were released and pardoned by the Gujarat High Court under the supervision and direction of the Union Home Ministry and the Home Minister. And it was the CPIM that petitioned the Supreme Court, saying that in the heinous crime like this, such culprits and criminals should not be pardoned and let off. Finally, the case was heard by the Supreme Court and it was upheld. The CPIM's position was upheld. And today, those gang rapists of Bilkis Banu are back in jail today because it was the CPIM that took the initiative and approached the Supreme Court. Where was the Congress in all this? It is okay, whatever be their position, but can they accuse us of saying that we are collaborating with Modi, while in actual fact, their keeping silent on all these issues is actually a tacit permission to allow Modi to do what he is doing. That is why in Kerala today, a vote for the UDF means a vote in favor of the BJP. That is why if you are determined to defeat the BJP, the firmest force that can defeat the BJP and uphold the Constitution of India, its democracy and the democratic rights of the people, it is the CPIM-led Left Front and the LDF in Kerala, and no other force is so consistent and so definitive in their opposition to it. Come whatever the attacks, we will face them, but we will save our India, we will save our Constitution, we will save our democracy. മറ്റൊന്ന്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ബിൽക്കീസ് ബാനു കേസ്, കിരാതമായ നടപടിയിലൂടെ ഉച്ചവരെ നഷ്ടപ്പെട്ട ക്രൂരമായ ബലാത്സംഗത്തിനിരയായ ബിൽക്കീസ് ബാനു കേസിൽ കുറ്റവാളികളെ കോടതി ശിക്ഷിച്ചു. പക്ഷെ BJP-യുടെ ഗവൺമെന്റ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അടക്കമുള്ള എല്ലാവിധ സഹായത്തോടും കൂടി ഈ ഹീനമായ, ഈ ക്രൂരമായ, പൈശാചികമായ കൃത്യം നടത്തിയവരെയെല്ലാം മാപ്പ് നൽകി, പാഠം നൽകി വിടുന്ന നടപടിയാണ് സ്വീകരിച്ചത്. അസാധാരണമായിട്ടുള്ള നമ്മുടെ ക്രിമിനൽ നിയമത്തിന്റെ ലംഘനമായിട്ടുള്ള ഈ നടപടിക്കെതിരെ CPIM ആണ് സുപ്രീം കോടതിയിൽ പോയത്. ഇതൊരു കാലത്തും ചെയ്യാൻ കഴിയുന്നതല്ല. ഇത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കും ക്രിമിനൽ തത്വങ്ങൾക്കും എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ നമ്മളാണ് ഇടപെട്ടത്, നമ്മളാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത്. സുപ്രീം കോടതി നമ്മളെ കേട്ടു എന്ന് മാത്രമല്ല, ഈ നടപടി റദ്ദ് ചെയ്തുകൊണ്ട്
ഈ ഇത്തരത്തിലുള്ള ഹീനമായ നടപടി നടത്തിയ എല്ലാ കശ്മലന്മാരെയും തിരികെ ജയിലിലേക്ക് പറഞ്ഞയക്കാനും കഴിഞ്ഞു. പക്ഷെ എവിടെയായിരുന്നു കോൺഗ്രസ്? ഈ കോൺഗ്രസിന്റെ ശബ്ദം അവിടെയെങ്ങും കണ്ടില്ല. ഈ കോൺഗ്രസ് ഇതിനകത്ത് തെരയോടൊപ്പം നിൽക്കുന്നത് കണ്ടില്ല. അവര് പല കാര്യങ്ങളിലും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നടപടികൾ വരുമ്പോൾ മൗനം പാലിക്കുക എന്ന കാര്യമാണ് ചെയ്യുന്നത്. അതിന് ഓശാന പാടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ അവർ നമ്മളെ ആക്ഷേപിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്, നരേന്ദ്രമോദിക്കെതിരെ, ഇവരുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ, ഭരണഘടന തകർക്കുന്ന നടപടിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു വോട്ട് പോലും UDF കൊടുക്കരുത്. കാരണം ഇന്ന് നിങ്ങൾ UDF ഒരു വോട്ട് കൊടുക്കുന്നെങ്കിൽ അത് നാളെ BJPക്ക് കിട്ടുന്ന ഒരു വോട്ടായി രൂപാന്തരം പ്രാപിക്കുമെന്ന അപകടകരമായ സ്ഥിതിവിശേഷം നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഉറച്ച കാൽവെപ്പോട് നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, നമ്മുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒക്കെ എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇടതുപക്ഷവുമാണ് മുമ്പോട്ട് വരുന്നത്. അവർക്ക് ഉറച്ച കാഴ്ചപ്പാടുണ്ട്, നിശ്ചയദാർഢ്യമുണ്ട്, വിട്ടുവീഴ്ചയില്ല. അതിനെന്തെല്ലാം പ്രതികൂലമായ അവസ്ഥയുണ്ടായാലും, എന്തെല്ലാം വേട്ടയാടലുണ്ടായാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന് മുമ്പിൽ ഉറച്ചു നിൽക്കുന്നത് ഇടതുപക്ഷമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. And that is why we say, when we were told that the deputy leader of the Rajya Sabha of the Congress party is the candidate here in Alabura, if he wins here, then that Rajya Sabha seat from where he was elected, that single seat will now go to the BJP because they have the state government. So they are willing to give up one seat to the BJP in the Rajya Sabha in order to win this Alabura seat. It's a different matter. They won't win the seat, but even if they suppose they do, they're willing to give that advantage to the BJP. Their answer is, but it's the Lok Sabha MPs that elect the Prime Minister. Correct? But what is the guarantee that all elected Congress members of the Lok Sabha will remain with the Congress? How many have defected to the BJP so far? How many former Congress chief ministers have defected to the BJP? Former Chief Minister of Maharashtra, former Chief Minister of Jammu and Kashmir, and there's so many of the other leaders of the Congress party. In Madhya Pradesh, the leader of the Congress party, of the Congress head of the Congress party, former head, has joined the BJP. All the youngsters that were associated with the BJP, except for Mr. Sachin Pilot, have all defected to the BJP. So what is how many Congress leaders have now joined the BJP? Does the Congress party even have a list? So even if the Congress is elected and sent to the Lok Sabha, there is no guarantee that that Congress MP who goes to the Lok Sabha will remain with the Congress and not join the BJP. The only guarantee is that the only party from which MPs do not do such a job of joining the ruling party for opportunistic reasons, that is the left and the CPIM. So a CPIM MP is more reliable for a non-Modi government in the center than a Congress MP, and that is the fact that must be kept in mind. ഇവിടെ രാജ്യസഭയിലെ കോൺഗ്രസിന്റെ നേതാവ് KC വേണുഗോപാൽ, അദ്ദേഹം ഇവിടെ മത്സരിക്കുകയാണ്. അദ്ദേഹം രാജ്യസഭയിലെ മെമ്പറാണ്. അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല, അത് വേറെ യാഥാർത്ഥ്യം. പക്ഷെ ജയിച്ചാൽ അവിടെ പകരം ആരായിരിക്കും വരേണ്ടത്? അവിടെ ഇപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്നത് BJP ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേണുഗോപാലിന്റെ ഈ നടപടിയടക്കം പരോക്ഷമായി BJPയെ സഹായിക്കുന്ന, നരേന്ദ്രമോദിയെ സഹായിക്കുന്ന നടപടിയാണ് വരുന്നത്. അതിനവരൊരു വിശദീകരണം നൽകുന്നുണ്ട്. ലോകസഭയിലേക്ക് പോകുന്ന MPമാരാണ് പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുന്നത്. 100% ശരിയാണ്. പക്ഷേ ഒരു ചോദ്യം അവിടെ ഉണ്ട്. ലോകസഭയിലേക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന എല്ലാ MPമാരും അവിടെ ചെന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനോടൊപ്പം കാണുമോ എന്ന ഗ്യാരണ്ടി ഉണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. കാരണം എന്താ? ഇവർക്ക് വളരെ വേഗം പാർട്ടി മാറാൻ കഴിയും.
കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോട് BJP-യിലേക്ക് പോവുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടെ മുൻ മുഖ്യമന്ത്രിമാർ, അത് മഹാരാഷ്ട്രയാകട്ടെ, ജമ്മു കാശ്മീരാകട്ടെ, അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലെ അവരുടെ PCC-യുടെ അധ്യക്ഷനാകട്ടെ, MP-മാരാകട്ടെ, MLA-മാരാകട്ടെ, അവർ കൂട്ടത്തോട് പോവുകയാണ്. അതിനെ തടയാൻ അവർക്ക് യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ വളരെ വേഗം ഇങ്ങനെ കൂറുമൂറ മാറാൻ കഴിയുന്നത് കോൺഗ്രസിനാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ എതിർക്കാൻ ഉറച്ച കാൽവെപ്പോട്, നിശ്ചയദാർഢ്യത്തോട്, ഉൾക്കരുത്തോട് കഴിയുക കോൺഗ്രസിനല്ല. അവർ പാളിപ്പോകുന്നതും ചാഞ്ചാടിപ്പോകുന്നതുമാണ്. എന്നാൽ അവർക്കൊരിക്കലും, കോൺഗ്രസിന്റെ MP-മാർക്ക് ഒരിക്കലും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പമാകും എന്നൊരു ഗ്യാരണ്ടിയും നൽകാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന ഒരു കൂട്ടരുണ്ട്. അത് ഇന്ത്യയിലെ ഇടതുപക്ഷവും CPI-യുമാണ്. ഒരു തർക്കവും വേണ്ട. CPIM-ന്റെ സ്ഥാനാർത്ഥിയായി ജയിക്കപ്പെട്ട ലോകസഭയിൽ പോകുന്ന MP-മാർ അവരെല്ലാം BJP-യെ തോൽപ്പിക്കാൻ, നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ അതിശക്തമായ നിലപാട് സ്വീകരിക്കും. ആ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷത്തിന് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. That's why if you notice, I don't take names. You use the name. I never use names because names are not important. People are not important. What they represent is important. What they represent is ideology, their politics, and their work. That is why, if you notice, I have not mentioned any of the other Congress leaders. But that apart, you must please keep in mind why I say this with reliability. In 2004, 61 members of the left parties were elected to the Lok Sabha. 57 of them, 57 of these MPs defeated the Congress candidate and entered the Lok Sabha. But after the Manmohan Singh government was formed, all the 61 voted in support of the Manmohan Singh government to form an alternate secular government. Can that record be matched by the Congress party? How many of their elected members actually voted for the Manmohan Singh government? Is there a record? So the reliability of the left, that reliability is not for any party. That reliability is for my country. That reliability is for my constitution. And it is that we will safeguard. And that is the biggest guarantee and assurance. Stronger the left, the greater the chances of an alternative secular government in the center, and greater the chances for pro-people policies to be implemented. ഞാനിവിടെ എൻ്റെ പ്രസംഗത്തിൽ ആരുടെയും നാമങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ പരിഭാഷപ്പെടുത്തിയപ്പോൾ നാമം വന്നത് അത് ശരിയല്ല. കാരണം ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മളെപ്പോലുള്ള പ്രസ്ഥാനം സ്വീകരിക്കുന്നതല്ല. അത് പാഠം ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് 2004 ഒരു പ്രത്യേക സാഹചര്യം, സവിശേഷമായ സാഹചര്യം ഉണ്ടായി. അന്ന് 61 MP-മാരുണ്ടായിരുന്നു ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട്, 57 MP-മാർ. അതില് നിങ്ങൾ മനസ്സിലാക്കുന്നത് മൻമോഹൻ സിംഗിനെ, കോൺഗ്രസിന്റെ നേതാവ് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഒരു മടിയും കൂടാതെ കണ്ട് ഈ 61 പേരും കൈപൊക്കിയതാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയായിരുന്നു. എന്നാൽ ഞാൻ ചോദിക്കുന്നു, എത്ര പേർ കോൺഗ്രസുകാർക്ക് ഇത്തരത്തിൽ നിലനിൽക്കാൻ കഴിയും? എത്ര പേർക്ക് കോൺഗ്രസിനെ ഇങ്ങനെ ആശ്രയിക്കാൻ കഴിയും? അതുകൊണ്ട് പ്രശ്നം നാം ആശ്രയിക്കുന്നത് വ്യക്തിയല്ല, നാം ആശ്രയിക്കുന്നത് രാജ്യത്തെയാണ്, നാം ആശ്രയിക്കുന്നത് ഭരണഘടനയാണ്. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ ഉറച്ച നിലപാടോടുകൂടി മുമ്പോട്ട് പോകാനും ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുകയില്ല. അപ്പൊ അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നാം മുമ്പോട്ട് പോകേണ്ടത്. That is why when we say today, why did senior Congress people defect to BJP? They say they are scared of being arrested. They don't want to spend time in jail. And then they are scared of being arrested. They don't want to spend time in jail. Therefore, they join the BJP. And here you are saying, why are you telling the BJP and Modi, why are you not arresting Narendra Modi? And that Narendra Modi why are you not arresting Pinarayi Vijayan? That Pinarayi Vijayan is actually being silent on Narendra Modi and collaborating. Please remember, Pinarayi Vijayan, along with hundreds of other CPIM workers and leaders, were arrested and tortured and jailed for 18 months during emergency.
Many of us went through it. We are not scared of being arrested. The congressmen are scared of arrested. And because they are scared of being arrested, they can defect. They can go and join the BJP. If that is the character, how can they save India? That is why in Kerala, in this battle, you must be very clear. The stronger the left, the greater the chances today of protecting India, saving India, so that we can create a better India tomorrow. ഇവിടെ കോൺഗ്രസ്സുകാര് വളരെ വളരെ ആൾക്കാർ ബി ജെ പിയിലേക്ക് പോകുന്നു. അവരോട് എന്തുകൊണ്ടാണ് അവർ ബി ജെ പിയിലേക്ക് പോകുന്നത്? അവർ തന്നെ പറയുന്നു, അറസ്റ്റ് ഭയന്ന്, ജയിലിൽ പോകുന്നത് ഭയന്ന്. അത്തരത്തിൽ അറസ്റ്റും ജയിലും കണ്ട് ഭയന്ന് പോകുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്നത് വ്യക്തമാണ്. എന്നാൽ ഇവിടെ വന്നിട്ട് അതേ കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാവായ മുഖ്യമന്ത്രി പിണറായിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പക്ഷെ അവരൊരു കാര്യം ഓർത്തുകൊള്ളണം, അടിയന്തരാവസ്ഥയുടെ കരാള ഭീകര ദുർഭരണ രാവുകളിൽ നൂറുകണക്കിന് സഖാക്കളുമായി അറസ്റ്റ് വരിച്ച് 18 മാസം ജയിൽ കൽത്തുറങ്കിൽ കഴിഞ്ഞതാണ് സഖാവ് പിണറായി എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കരുത് എന്നത് കാണണം. കാരണം ഇങ്ങനെ അറസ്റ്റിനെയും ജയിലിനെയും കൽത്തുറങ്കിനെയും ഭയക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും. അതൊക്കെ കണ്ട് ഭയന്ന് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് കോൺഗ്രസ്സുകാരാണ്. എന്നാൽ നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഈ വെല്ലുവിളിയിൽ ഉറച്ച നിലപാടുള്ള, വ്യക്തമായ കാഴ്ചപ്പാടുള്ള, അറസ്റ്റ് കണ്ടാൽ, ജയില് കണ്ടാൽ, കൽത്തുറുങ്ങ് കണ്ടാൽ പേടിക്കപ്പെടാതെ ഇരിക്കുന്നവരാണ് ലോകസഭയിലേക്ക് പോകേണ്ടത്. അതിനുള്ള ഉറപ്പ്, അതിനുള്ള ഗ്യാരണ്ടി ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക, ഇടതുപക്ഷത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ്. That's why I am telling the UDF leaders, you please introspect the role of your own party, your own leaders, and don't hurl these baseless charges and abusive charges against leaders of the LDF and the CPI. If there are many challenges before the country, it is not only that the secular fabric of India is being destroyed by this rabid Hindutva communalism, which wants to replace our democratic republic into a fascistic state. Apart from this big danger, the other dangers also must be recognized. The country today is being looted by a corporate Hindutva nexus. A corporate Hindutva nexus has been established that is looting the country's assets. There are few friends of our Prime Minister who are the cronies who get all the benefits. And these benefits, starting from the complete privatization of the public sector, the wholesale sale of India's mineral deposits and the mineral wealth, the wholesale sale of the entire infrastructural facilities that we have built over the last 75 years, all this is being done and the country is being looted. And at the same time, these rich, the corporate and the rich sections are today being benefited by the Modi government. During the last 10 years, the Modi government has given big tax concessions to the corporates, amounting to some thousands of crores of rupees. And on top of it, the Modi government has waived nearly 16 lakh crores of rupees. 16 lakh crores of rupees of loans taken by the Prime Minister's cronies and various big corporates, and they have taken these loans and they have absconded from the country. Many have left the country and they are living abroad. The Modi government doesn't pursue them, but the loss is of 16 lakh crores of rupees to the country. So this way the rich is being fed to become richer and the poor are being impoverished to become poorer. The highest rate of unemployment in India today, in independent India, is today. Our youth is being destroyed. 42% of our graduates, youth graduates, are today unemployed. And today, the 3 IT firms have declared that nearly 1 lakh of the people are superfluous, so they are being retrenched. That means even in the IT sector, there is job losses going on. So when unemployment is growing, price rise is relentless,
There's growth of hunger, there's growth of poverty. Household savings today have reached the rock bottom. They are less than 5% of the GDP. And household borrowings have reached the ceiling. They are more than 45% of the GDP. You're borrowing 45, you're saving 5. That means 40% of the bulk of the families need 40% of their money to survive, which they are borrowing. So how long can they borrow? These households will now soon be trapped under poverty, and that will lead to greater hunger and malnutrition. That is the state of the people. The rich are becoming richer, poor are becoming poorer. In 2023, the amount of wealth India created, the top 10%, their wealth increased by 22%. The bottom 50%, their wealth decreased by 13%. That is the reality. Mr. Modi is making two Indias. A shining India for his friends and for the rich, and a suffering India for you, me, and for the rest of the people. We have to defeat these two Indias and create one India where prosperity is there for all, and that means defeat of this government. മറ്റൊന്ന്, നമ്മുടെ സാമ്പത്തിക മേഖല വലിയ തകർച്ചയെ നേരിടുകയാണ്. നമ്മുടെ രാജ്യത്തെ ഭരണം, ഈ കഴിഞ്ഞ കാലയളവിൽ ഈ ഭരണം നമ്മുടെ രാജ്യത്തെ വൻകിടക്കാരെ സഹായിക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. വൻകിട കോർപ്പറേറ്റുകളും ഹിന്ദുത്വ കൂട്ടുകെട്ടും ചേർന്നുകൊണ്ട് നമ്മുടെ നാടിനെ കൊള്ളയടിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും പ്രധാനമന്ത്രി ചെയ്തു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ നാടിനെ സ്വകാര്യവൽക്കരിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ധാതു ലവണങ്ങളാകെ തന്നെ ഈ കോർപ്പറേറ്റുകൾക്ക് നൽകുക, അടിസ്ഥാന സൗകര്യങ്ങളാകെ അവർക്ക് തീരെഴുതുക. അങ്ങനെ നാടിനെ കൊള്ളയടിക്കാനുള്ള സമീപനമാണ്, കോർപ്പറേറ്റുകൾക്ക് സഹായകരമായ സമീപനമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നാടിനെ കൊള്ളയടിച്ച് അവർക്ക് വിദേശത്തേക്ക് പോകാനും വിദേശത്ത് പോയി സുഖസൗകര്യത്തോടെ ജീവിക്കാനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ കോർപ്പറേറ്റുകൾക്ക് സഹായകരമായ വലിയ ടാക്സ് ഇളവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 16 ലക്ഷം കോടി രൂപയുടെ ടാക്സ് ഇളവുകളാണ് ഈ വൻകിടക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നമ്മുടെ നാടിനെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ നാടിനെ കൊള്ളയടിക്കുകയാണ്. അതുവഴി നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവന്റെ അവസ്ഥ ഒന്ന് നോക്ക്. നാട്ടിലെ പണക്കാർക്ക് കൂടുതൽ പണം കിട്ടുന്ന അവസരം വരുന്നു. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഗ്രാജുവേറ്റ്സുകളുടെ, ബിരുദധാരികളുടെ ഇടയിൽ 42% തൊഴിൽ രഹിതർ എന്നുള്ളതാണ്. ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ IT മേഖലയടക്കം മറ്റു മേഖലകളിൽ ഏതാണ്ട് 10 ലക്ഷം പേരോളമാണ് തൊഴിലിന് മേഖലയിൽ അധികമായി പുറത്തു പോകാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ നടപടികളുടെയും ഭാഗമായി സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാവുകയാണ്. നമ്മുടെ വീടുകളിൽ ദൈനംദിന ജീവിതത്തിന് വേണ്ടി കടമെടുക്കുന്ന സംവിധാനം വരികയാണ്. ഒരു സാധാരണഗതിയിൽ 5 രൂപ സമ്പാദിച്ചാൽ 45 രൂപ കടമെടുക്കേണ്ടുന്ന അവസ്ഥയാണ് ഇത്തരത്തിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ശരാശരി ഇന്ത്യക്കാർ 40% കടം കൊണ്ടാണ് ജീവിക്കേണ്ടി വരുന്നത്. അതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതം, അവരുടെ കടക്കണി, അവരുടെ ദാരിദ്ര്യം, അവരുടെ വിശപ്പ്, അവരുടെ പോഷകക്കുറവ് ഇതെല്ലാം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2022 10% വരുന്ന സമ്പന്നന്മാർ 22%-ലേറെ വർധന ഉണ്ടാക്കിയപ്പോൾ 50% വരുന്ന താഴേക്കിടയിലുള്ളവർ അവർക്ക് 38% വരുമാനം നഷ്ടപ്പെടുകയാണ് എന്നതാണ് പ്രശ്നം.
അപ്പൊ ഇത്തരത്തിലുള്ള നടപടികളുമായി പോകുമ്പോൾ നരേന്ദ്രമോദി രണ്ട് ഇന്ത്യയാണ്, രണ്ട് ഭാരതത്തെയാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് തിളങ്ങുന്ന ഇന്ത്യ, അത് സമ്പന്നരുടെയും കോർപ്പറേറ്റുകളുടെയുമാണ്. മറ്റൊന്ന് മൂകമായ ഇന്ത്യ, ദുഃഖമായ ഇന്ത്യ, ഇത് പാവങ്ങളുടേതാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഒറ്റ ഇന്ത്യയാണ്. നമ്മുടെ ഈ ലക്ഷ്യം ഒറ്റ ഇന്ത്യ, പാവങ്ങളും പണക്കാർക്കുമെല്ലാം നീതി നടപ്പാക്കുന്ന ഒറ്റ ഇന്ത്യ എന്ന കാഴ്ചപ്പാട് നടപ്പാക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. നരേന്ദ്രമോദിയുടെ രണ്ട് ഇന്ത്യ അല്ല നമുക്ക് വേണ്ടത്. And on top of this is the corruption that is indulged by this Modi government. Modi government has turned out to be the most corrupt government India has ever had since independence. Electoral bonds is the only one example which has been exposed. And which was the political party? The only political party that opposed this electoral bond scheme in the parliament, saying this is the legalization of political corruption. We voted against this bill in the parliament. We moved amendments to this that were carried in the Rajya Sabha, but they were rejected by the Lok Sabha because of the BJP's majority. But then, when they were instituted, we declared, we shall not accept a single paisa from the electoral bonds, and the only national party that did not take any money from the electoral bonds is the CPIM. And the Supreme Court recognized this. That is why the Supreme Court allowed us to be the petitioner, seeking the illegalization of the electoral bonds. And finally, Supreme Court allowed us to be the petitioner, and they told, Chief Justice in fact said, CPIM is the only political party that has the locus standi, because it is the only party that did not take any money through the electoral bonds. And then the Supreme Court upheld our position. It said this is unconstitutional. Electoral bond scheme is now scrapped. But the details that have come out, what does it show? The BJP use at least minimum of 3 methods, there are many more, but minimum of 3 methods to amass illegal money through legal channels. What was this? First was straightforward mafia-style extortion. You call a corporate, tell them, if you do not buy electoral bonds and donate to BJP, the ED, the CBI, the income tax will be after your company, they'll raid your company, and you will be arrested. So in order to protect themselves, many corporates bought thousands of crores of electoral bonds and donated to BJP. That was one method. Second method was to call the corporates and say, you buy electoral bonds and donate to BJP, I will give you Indian airports, I will give you Indian seaports, I will give you the license to trade arms with Israel, I will give you all sorts of other deals and projects. So it was a quid pro quo, a deal making. Corruption in return for a deal. That is the second method, quid pro quo. The third method was most dangerous, and that is money laundering. Many firms who have shown losses in their balance sheet bought thousands of crores of electoral bonds and donated to BJP. Now, how do loss-making firms get the money to buy electoral bonds and donate to BJP? Where is this money coming from? Whose money is this? This has dangerous implications. Is this foreign money? Is this money linked with international drug mafia, drug trade? Is this money linked with illicit international arms trade? All these are questions that need to be probed. But this money laundering of the largest order, the same Prime Minister who said, I will end black money and bring back all black money into India, has provided the legal route to convert black money into white money through these electoral bonds. So these 3 methods were employed by the BJP to amass nearly 10,000 crores of rupees. In addition, they have the PM CARES, another 10,000 crores of rupees. And this way they are looting the country, and they have indulged in mega corruption. And on this entire issue, which is the party that stood out in the country as being the most principled, consistent, and fought all the way to get the electoral bonds declared as unconstitutional?
It is the CPIM. And that is why if you have to stop this corruption in this country, you require a party with that sort of a conviction. Yes, many thousands of crores of rupees could have come to us through the electoral bonds, but we refused them. That conviction, that strength of conviction, you please ask the UDF parties whether they have that. If they don't have that, we cannot face the Modi government if it's re-elected and comes back, unless you have that strength of character and that determination. മറ്റൊന്ന്, ഈ കാലയളവ് കണ്ട ഏറ്റവും വലിയ അഴിമതി, സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന ഒരു കാലഘട്ടം ഈ നരേന്ദ്രമോദിയുടെ ഭരണമാണ്. അതിന്റെ ഏറ്റവും വലിയ നിയമവിരുദ്ധമായ നടപടി അതിനെ നിയമവൽക്കരിച്ചതുകൂടെ ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനകൾ. അത് യഥാർത്ഥത്തിൽ കൊള്ളയെ നിയമവൽക്കരിക്കുകയായിരുന്നു. ഈ കൊള്ളയെ നിയമവൽക്കരിക്കുന്ന നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ നീതിശാസ്ത്രത്തിനും എതിരായിട്ടുള്ള ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിശക്തമായി CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളും അതിനെ നഖശിഖാന്തം എതിർത്തു. മാത്രവുമല്ല, നാം അവിടെ പ്രഖ്യാപിച്ചു, ഇങ്ങനെ കിട്ടുന്നതിൽ ഒരു നയാ പൈസ പോലും, ഒരു രൂപ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വാങ്ങുകയില്ല എന്നും അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ജനവിരുദ്ധ നിയമവിരുദ്ധ നടപടിയുമായി മുമ്പോട്ട് പോയപ്പോൾ, നിയമം നടപ്പാക്കിയപ്പോൾ അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. സുപ്രീം കോടതി നമ്മുടെ ഹർജി സ്വീകരിച്ച് തന്നെ CPIM ഇതിൽ ഒരു രൂപ പോലും ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നില്ല എന്നതിനെ ശ്ലാഘിച്ചുകൊണ്ടാണ് നമ്മുടെ ഹർജി സ്വീകരിച്ചു തന്നെ. അതിനുശേഷം സുപ്രീം കോടതി ഈ നിയമം അസാധുവാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നിലപാട് ശ്ലാഘനീയമെന്ന് എടുത്തു പറയുകയും ചെയ്തിരുന്നു. 3 മാർഗത്തിലൂടെയാണ് BJP ഈ കൊള്ള നടത്തുന്നത്. ഒന്ന്, കവലച്ചട്ടമ്പിമാരുടെ മാർഗത്തിൽ, മാഫിയയുടെ രൂപത്തിൽ സമ്പന്നന്മാരുടെ വീടുകളിൽ ചെല്ലുന്നു. അവരെ കണ്ടിട്ട് നിങ്ങളുടെ പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് ചോദിച്ച് അവരുടെ പണത്തിന്റെ സ്രോതസ്സിലേക്ക് ഇൻകം ടാക്സ് വരും, മറ്റ് അന്വേഷണ ഏജൻസികൾ വരും. അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ നിങ്ങൾ BJPക്ക് ബോണ്ട് നൽകണം എന്ന് കവലച്ചട്ടമ്പിമാരുടെ മാതൃകയിലുള്ള കൊള്ള. മറ്റൊന്ന്, കോർപ്പറേറ്റുകളെ സമീപിച്ച് നിങ്ങൾക്ക് വിമാനത്താവളങ്ങൾ തരാം, നിങ്ങൾക്ക് തുറമുഖങ്ങൾ തരാം, നിങ്ങൾക്ക് വൻകിട പദ്ധതികൾ തരാം, അതോടൊപ്പം തന്നെ ലൈസൻസ് തരാം, അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്ക് ഇടപാടുകൾ നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ പകരം അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ടും വേണം എന്ന തരത്തിൽ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് ലൈസൻസ് നൽകുന്നു, അല്ലെങ്കിൽ അനുവാദം നൽകുന്നു, പകരം കൊള്ള നടത്തി ഇലക്ട്രൽ ബോണ്ട്. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകാരെ കൊണ്ട് കള്ളപ്പണം എന്ന തരത്തിൽ അതിനെ വെളുപ്പിക്കാനുള്ള മാർഗം. കള്ളപ്പണം വെളുപ്പിക്കുന്ന മാർഗത്തിലൂടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ വലിയ തോതിൽ പണം ആർജിക്കുകയാണ് BJP ചെയ്തത്. ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടുന്ന പണം ആരുടേതാണ്? അതിന്റെ സ്വഭാവം എങ്ങനെയാണ്? കളങ്കിതരായ ആൾക്കാരുടേതാണോ? ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടാണോ? ലഹരി മാഫിയയുടെ പണമാണോ? നിയമവിരുദ്ധമായ ആയുധ കച്ചവടം നടത്തുന്ന ആയുധ മാഫിയയുടെ പണമാണോ? ഇത്തരത്തിൽ കറുത്ത പണത്തെ വെളുത്ത പണമാക്കി നാട്ടുകാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ മോഡിയാണ് ഇന്ന് കറുത്ത പണത്തെ ഇത്തരത്തിൽ നിയമവൽക്കരിക്കുന്നത്. അതോടൊപ്പം തന്നെ 10,000 കോടി രൂപ പിടിച്ച PM കെയറിന്റെ അനുഭവം നമുക്കറിയാം. ഇത്തരത്തിൽ വലിയ അഴിമതി നടത്തുമ്പോൾ അവിടെ വ്യക്തതയോട് കൃത്യതയോട് നമ്മുടെ നാട്ടിൽ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷം മാത്രമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാത്രമാണ്. പ്രതിബദ്ധതയോടുകൂടി ഈ ഫണ്ട് വേണ്ട എന്ന് പറയും, ഇതിലൊരു പൈസ പോലും നമുക്ക് ആവശ്യമില്ല എന്ന് പറയും. അതോടൊപ്പം തന്നെ ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാടുകൾ രാജ്യമെമ്പാടും സ്വീകരിച്ചതും അത് ജനങ്ങളാകെ തന്നെ സ്വാഗതം ചെയ്തതും ഇടതുപക്ഷത്തിന്റെ ഈ നിലപാടാണ്. അതുകൊണ്ട് അഴിമതി എന്ന കൊടുംവിപത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത് പൊരുതി തോൽപ്പിക്കാൻ നിശ്ചയദാർഢ്യമുള്ള ഉൾക്കരുത്തുള്ള ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടേണ്ടതാണ്. That is why, in order to create a situation where
This secular democratic republic can be converted into a fascistic state. What the BJP RSS need is a unitary state with all power in the center. And the slogan, one country, one people, one culture, or one country, one culture, one language, that everything has to be unified and everything has to be uniform. They destroy India's diversity and plurality. To achieve such a state, they need to destroy federalism and center-state relations. That is why the target of all non-BJP state governments, Kerala had to go to the Supreme Court to get some relief in the financial matters which it was being targeted. Kerala, Tamil Nadu, West Bengal, all the governments had to go to the Supreme Court against the role of the governors. The governors were misused the position to actually pursue the politics of the BJP and the RSS. So like this, they are destroying federalism. They want a unitary state. Therefore, like I said, every single foundational pillar of our constitution is being assaulted. If that has to be saved today, this government has to go at the widest possible unity of all secular democratic forces must be built in order to ensure that we save India today. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിനെ, ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്നത് മാറിയിട്ട് അതിനെ ഒരു ഫാസിസ്റ്റ് നടപടികളിലേക്ക് കൊണ്ടുപോകാനുള്ള, ഏകത്വത്തിലേക്ക് പോകാനുള്ള നമ്മുടെ നാടിന്റെ വൈവിധ്യം, നാനാതരത്തിലുള്ള ജനങ്ങൾ താമസിക്കുന്ന രാജ്യം എന്നുള്ളത് മാറി ഇതിനെ ഏകത്വത്തിലേക്ക് പോകാൻ, ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം എന്ന തരത്തിൽ ഏകത്വത്തിലേക്ക് പോകുന്ന, നമ്മുടെ നാടിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന, നമ്മുടെ നാടിന്റെ ഫെഡറലിസത്തെ തകർക്കുന്ന, നമ്മുടെ നാടിന്റെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തകർക്കുന്ന ബോധപൂർവമായ, ആസൂത്രിതമായ, സംഘടിതമായ നടപടികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. ഈ ആപത്ത് കണ്ടുകൊണ്ടാണ് കേരളം അതിന്റെ അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുന്നതിനെതിരായി സുപ്രീം കോടതിയിൽ പോയി ഇത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോടുള്ള അധികാരത്തിൽ കവർന്നെടുക്കലാണ് എന്ന തരത്തിൽ കേസ് കൊടുത്തതും, അതിനെ മാതൃകയാക്കിക്കൊണ്ട് തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾ BJPയുടെ ഉപകരണമായി സംസ്ഥാനങ്ങളിൽ അധപ്പതിക്കുന്ന ഗവർണർമാരുടെ നടപടിക്കെതിരായ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഫെഡറലിസത്തെ തകർക്കാൻ പോകുന്ന, ഫെഡറലിസത്തെ അട്ടിമറിക്കാൻ പോകുന്ന ഈ നടപടിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നതും, അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വൈവിധ്യത്തെ, നമ്മുടെ നാടിന്റെ നാനാത്വത്തെ ഒക്കെ തന്നെ തകർക്കുന്ന, നമ്മുടെ നാടിനെ ഏകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ നടത്തുന്ന ബോധപൂർവമായ പരിശ്രമങ്ങളെ തോൽപ്പിക്കാൻ അവിടെയും ഉൾക്കരുത്തുള്ള ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്നാണ് അനുഭവങ്ങൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത്. That is why finally Mr. Modi promises many things, and all his promises so far have turned out to be hollow. And that is why whenever they announce Modi guarantee, we have to remember Modi guarantee means zero guarantee. Not one of his promises have ever been implemented. But then there are lots of slogans they give. Now the slogan is Amrit Kal. If Modi is elected again, there will be Amrit Kal, Amrit Kalam in India. Now we have seen what is that Amrit Kal's inclination last 10 years, how life of the people are being ruined. But when he says Amrit Kal, we must remember what is the origin of Amrutam. Where was Amrutam born? How did it originate? Your Vishnu Purana tells you that Amrutam emerged from the Samudra Manthan, or the churning of the oceans. When the oceans were churning, everybody who was surviving were anxiously waiting what will be the outcome of this churning. And when this churning was going on, in between two kalashams, kalasham is Malayalam, two kalashams emerged, one with Amrutam and one with poison. So everybody was gathered around here, the good people, the bad people. So the kalasham with Amrutam went into the hands of the bad people. The kalasham with poison went into the hands of the good people.
Now, how did the good people manage to bring back the Amrutam into their hands and giving the poison to the bad people? That is a different story. I'll tell you when the time comes. But what is the meaning of this story? That when Amrutam was born, it went into the hands of the bad people. You and I and the country is at that stage now. This Amrutam is in the hands of the bad people. It has to be retrieved from the bad people and used for the welfare of people of our country and for the safeguarding our country, and to retrieve that Amrutam from bad people, Modi government has to be defeated, and only then the Amrutam can be used for our country and the people's benefit. So that is the task before us. Defeating this government, retrieving that Amrutam and using it for the benefit of the people and for the benefit of our country, that is the challenge in these elections. മറ്റൊന്ന്, വാഗ്ദാനങ്ങൾ വളരെയേറെ നൽകുന്ന ആളാണ് നരേന്ദ്രമോദി. പക്ഷെ ആ വാഗ്ദാനങ്ങളൊന്നും തന്നെ നടപ്പാക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിത അനുഭവങ്ങൾ കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് മോഡി ഗ്യാരണ്ടി എന്നാണ്. പക്ഷെ മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത് 0 ഗ്യാരണ്ടിയാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിലൂടെ അമൃതകാലം വരും എന്നതാണ്. അമൃതകാലം എന്ന് വരും, എപ്പോൾ വരും എന്നുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അമൃത കടഞ്ഞെടുത്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ലോകത്ത് വൈഷ്ണവ പുരാണങ്ങളിൽ പറയുന്നത് കടലിൽ നിന്നും അമൃത കടഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും തമ്മിൽ കടലിൽ നിന്ന് കടഞ്ഞെടുക്കാൻ ആവശ്യമായ നടപടികളുമായി പോകുമ്പോൾ 2 കുടത്തിലാണ് ഇത് പൊങ്ങി വരുന്നത്. ഒന്ന് നല്ലതായിട്ടുള്ള അമൃതും, മറ്റൊന്ന് വിഷമരമായിട്ടുള്ള കാളകൂടും. അപ്പൊ ഇത്തരത്തിൽ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, വിഷം കലർന്നതാണ് നല്ല മനുഷ്യരുടെ കൈ കിട്ടിയതും, അതോടൊപ്പം തന്നെ അമൃതാണ് ചീത്ത മനുഷ്യരുടെ കയ്യിൽ കിട്ടിയതും. അത്തരത്തിൽ അമൃത് കിട്ടിയ ചീത്ത മനുഷ്യർ അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ നമ്മുടെ അനുഭവം തെളിയിക്കുന്നത് ഈ അമൃത് കിട്ടിയ ചീത്ത മനുഷ്യരുടെ കയ്യിൽ നിന്നും അതെങ്ങനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടെടുത്തുകൊണ്ട് മാത്രമേ നമ്മുടെ ജനകീയ താല്പര്യങ്ങൾക്ക് സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ കയ്യിലിരിക്കുന്ന ഈ അമൃത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഈ അമൃത് ചീത്ത മനുഷ്യരുടെ കയ്യിൽ അറിയാതെ കണ്ടുപോയ ഈ അമൃത് വീണ്ടെടുക്കാനുള്ള പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. That is why I am very confident that the people of Kerala have always shown the Indian people the way whenever there is a political crisis. This began from 1957, when you elected the first communist government ever, not only in India but also in the world, in a democratic election, the victory of a communist party, when EMS Namboodiripad government was formed. Since then, the Kerala people have shown the way. Every time there has been a crisis, what is the way out? And like that, once in 2004, the Kerala people showed the way once again. In 2004, like today, with the India formation, in those days, we were all secular democratic forces, including the Congress party, were all saying that together we must defeat the Vajpayee government, the communal government, to save India. And it was clear that an alternative government would be led by the Congress party. But even then, in 2004, in the elections in Kerala, the people of Kerala gave the LDF 18 out of the 20 seats, and they elected LDF candidates in 18 out of the 20 seats. Why? They said, yes, a secular democratic government will be formed, but you require a strong left to make sure that that government does not vacillate, that leaders of that government do not cross over and join the BJP like today they are joining. Secondly, the strength of the left is required to initiate pro-people policies. The net result was what? It was because of the strength of the left that Kerala gave 18 out of the 20 to the left, that you had the
Rural Unemployment Guarantee Act. You had the right to information. You had the right to food security. You had the right of tribals to the forest produce and their land. You had the right to education. Like this, all these new rights that were established came because of a strong left presence in the parliament. So today, similar situation is required. We need today, apart from rural employment guarantee, we need an urban employment guarantee. We need today that the welfare of the working people has to be safeguarded and expanded. Youth should require jobs. Our women, the attacks on them must stop. All these things require policy decisions where a strong left is of absolute crucial importance. And that is why, in order to retrieve that Amrutam back from bad hands to the hands of the good people for the welfare of people in India, I am sure the people of Kerala will once again, like in 2004, give the LDF a very, very strong majority, ignoring or rejecting all this false propaganda and calumny of the UDF, and give the LDF a strong strength from Kerala so that we can save India today and implement policies in the interests of the Indian people and for the unity of our country. That is my appeal to all of you, and I am sure the people of Kerala will rise to the occasion, not only electing Arif from this constituency, but all across Kerala, electing the LDF. With that, you will send a message to people of India. This is the way forward. A strong left, a secular government. And I'm sure you'll do that. Thank you very much for your attention. മറ്റൊന്ന്, കേരളം നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അത് നമ്മൾ 1957 തെളിയിച്ചു കൊടുത്തതാണ്. രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സഖ VMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വന്നത്. ഇന്ത്യ എങ്ങോട്ട് പോകണം, ഇന്ത്യയുടെ ദിശ എന്തായിരിക്കണം, ഏതാണ് വഴി എന്ന് കേരളം കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2004 നടന്ന തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ, വാജ്പേയിയുടെ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ മതേതര ജനാധിപത്യ ബദൽ ശക്തികൾക്ക് മുമ്പോട്ട് വരണം എന്നതായിരുന്നു. അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അന്ന് 2004 കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ അല്ല വിജയിപ്പിച്ചത്. 20ൽ 18 സീറ്റിലും അവർ ഇടതുപക്ഷ MP-മാരെയാണ് തെരഞ്ഞെടുത്തത്. എന്തുകൊണ്ട്? അവർക്കറിയാം, ഒരു ശക്തമായ ഇടതുപക്ഷം ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ചാഞ്ചാട്ടമില്ലാതെ വരൂ, അവർ കൂറുമാറാതെ ഇരിക്കൂ. അവർ ഡൽഹി ചെന്നാലും നിശ്ചയദാർഢ്യത്തോടുകൂടി BJP-യുടെ ഈ ജനവിരുദ്ധ നയങ്ങളെ ചേർത്ത് തോൽപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ചരിത്രപരമായ വിജയം 20ൽ 18 പേർക്കും ഇടതുപക്ഷത്തു നിന്ന് ജയിപ്പിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. അന്ന് നമ്മൾ കൂടെ ആ ഗവൺമെന്റിനെ പുറത്തുനിന്ന് പിന്തുണ കൊടുത്തുകൊണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നത്, വിവരാവകാശ നിയമം വന്നത്, ഭക്ഷ്യഭദ്രതാ നിയമം വന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ നടപടികൾ വന്നത്, അതോടൊപ്പം തന്നെ വനാവകാശ നിയമം വന്നത്, ഇത്തരത്തിലുള്ള നമ്മുടെ നാടിന് മാതൃകാപരമായ ഒട്ടനവധി കാര്യങ്ങൾ ആ ഗവൺമെന്റിനെ കുറിച്ച് ചെയ്യിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഇനിയും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഗ്രാമീണ തൊഴിലുറപ്പിനെ പോലെ നാഗരിക തൊഴിലുറപ്പിന് വേണ്ടുന്ന പദ്ധതികൾ, പണിയെടുക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, നമ്മുടെ യുവജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, നമ്മുടെ സ്ത്രീകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒക്കെയുള്ള ബദൽ പരിപാടികളാകെ വരേണ്ടതുണ്ട്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ചീത്ത മനുഷ്യന്റെ കയ്യിൽ പോയ, ചീത്ത ശക്തികളുടെ കയ്യിൽ പോയ അമൃതം വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ അമൃതം വീണ്ടെടുക്കാൻ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും. അതുകൊണ്ട് ഈ ചീത്ത മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന ഈ അമൃതം വീണ്ടെടുക്കാൻ, അതോടൊപ്പം തന്നെ UDF, കോൺഗ്രസ് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ, അതിനെ ആകെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, നമ്മുടെ ജനതയെ രക്ഷിക്കാൻ, അതുവഴി നമ്മുടെ
ഭരണഘടനാ സംവിധാനങ്ങളെ രക്ഷിക്കാൻ സഹവാരിഫിനെ മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തോടുകൂടി സഹവാരിഫിനെ വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ കേരളമെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ വിജയിപ്പിക്കുകയും അതുവഴി നമ്മുടെ നാടിന്റെ രക്ഷയ്ക്ക്, നമ്മുടെ ജനതയുടെ രക്ഷയ്ക്ക്, നമ്മുടെ ഭരണഘടന രക്ഷയ്ക്ക് ചീത്ത മനുഷ്യന്റെ കയ്യിൽ നിന്നും അമൃതം നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും അണിചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം. യോഗ നടപടികൾ അവസാനിച്ചായിട്ട്